21 ഇന്ത്യൻ വംശജരായ സ്ത്രീകൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഗിനിപ്പന്നികളെ പോലെ പരീക്ഷണ വസ്തുക്കളാക്കി. ഒരുപക്ഷെ കേൾക്കുന്ന പലർക്കും ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആ സംഭവത്തെക്കുറിച്ചാണ്. 1969 ബ്രിട്ടനിലെ കൊവൻട്രിയിൽ നടന്ന, എന്നാൽ പതിറ്റാണ്ടുകളോളം ഇരുട്ടിൽ മറഞ്ഞിരുന്ന വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വിവാദപരവും ധാർമ്മികമായി ചോദ്യം ചെയ്യപ്പെടുന്നതുമായ ഒരു സംഭവത്തെക്കുറിച്ച്. അതാണ് കൊവൻട്രി എക്സ്പെരിമെന്റ്. ബ്രിട്ടീഷ് വൈദ്യശാസ്ത്ര ഗവേഷണത്തിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി കണക്കാക്കാവുന്ന ഈ സംഭവം വംശീയ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തെയും രോഗിയുടെ സമ്മതമില്ലാതെ ഗവേഷണങ്ങൾ നടത്തുന്നതിലെ ധാർമ്മികതയില്ലായ്മയെയും കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ബ്രിട്ടനിലെ 21 ഇന്ത്യൻ വംശജരായ സ്ത്രീകൾക്ക് അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ കലർത്തിയ ചപ്പാത്തികൾ ഭക്ഷണമായി നൽകിയ ഒരു പരീക്ഷണമായിരുന്നു ഇത്. ഇതിന്റെ പശ്ചാത്തലവും പരീക്ഷണം നടന്ന രീതിയും അതിന്റെ അനന്തരഫലങ്ങളും, ഒടുവിൽ ഈ സത്യം പുറം ലോകം അറിഞ്ഞതിന്റെ പ്രത്യാഘാതങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം. 1960കളുടെ തുടക്കത്തിൽ ലോകമെമ്പാടുമുള്ള ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമായിരുന്നു വിളർച്ച അഥവാ അനീമിയ. ശരീരത്തിൽ ആവശ്യത്തിന് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്താണുക്കൾ ഇല്ലാത്ത അവസ്ഥയാണിത്. ഇത് സാധാരണയായി അയണിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ക്ഷീണമാണ് പ്രധാന ലക്ഷണമെങ്കിലും ഗർഭിണികളായ സ്ത്രീകളിലും കുട്ടികളിലും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചവരിൽ ഒരാളായിരുന്നു പീറ്റർ എൽവുഡ് എന്ന യുവ എപ്പിഡമിയോളജിസ്റ്റ്. 1963 അദ്ദേഹം മെഡിക്കൽ റിസർച്ച് കൗൺസിലിന്റെ എപ്പിഡമിയോളജിക്കൽ റിസർച്ച് യൂണിറ്റിൽ പ്രവർത്തിക്കാൻ കാർഡിഫിലെത്തി. UK-യിൽ 1950കളുടെ അവസാനം മുതൽ ബ്രെഡിൽ അയൺ ചേർത്ത് നൽകിയിരുന്നു. എന്നാൽ അയൺ എത്രത്തോളം ഫലപ്രദമായി ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു എന്ന് കൃത്യമായി അളക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബ്രെഡിന്റെയോ മറ്റ് ഭക്ഷണങ്ങളുടെയോ സ്വഭാവം അയണിന്റെ ആഗിരണത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നും പഠിക്കേണ്ടതുണ്ടായിരുന്നു. ഇവിടെയാണ് റേഡിയേഷന്റെ ഉപയോഗം കടന്നുവരുന്നത്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് പരിശോധിച്ച് അയൺ ആഗിരണം അളക്കാൻ സാധാരണയായി മാസങ്ങളെടുക്കും. എന്നാൽ റേഡിയോ ആക്റ്റീവ് അയൺ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഈ പ്രക്രിയ ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഈ റേഡിയോ ആക്റ്റീവ് ഘടകം അയണിനോട് ഒരു ടാഗ് പോലെ ബന്ധിപ്പിക്കുന്നു. ഇത് ശരീരത്തിനുള്ളിൽ അയൺ എവിടെ പോകുന്നു, എത്രത്തോളം ആഗിരണം ചെയ്യപ്പെടുന്നു എന്ന് കൃത്യമായി അളക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ചു. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നിർണ്ണയിക്കാൻ ഇന്നും ഈ റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. പീറ്റർ എൽവുഡിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകർക്ക് പരമ്പരാഗത ഭക്ഷണമായ ബ്രെഡിൽ നിന്നും ഇന്ത്യൻ സമൂഹത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചപ്പാത്തിയിൽ നിന്നും അയൺ ആഗിരണം ചെയ്യുന്നത് താരതമ്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയാണ് കൊവൻട്രിയിലെ ഇന്ത്യൻ സ്ത്രീകളിലേക്ക് ശ്രദ്ധയെത്തുന്നത്. 1969 ഈ പഠനത്തിനായി 21 ഇന്ത്യൻ വംശജരായ സ്ത്രീകളെ തിരഞ്ഞെടുത്തു. കൊവൻട്രിയിലെ സൗത്ത് ഏഷ്യൻ സമൂഹം അക്കാലത്ത് വളരെ ഒതുങ്ങിക്കൂടി ജീവിച്ചിരുന്നവരും കൂടുതലും പഞ്ചാബി അല്ലെങ്കിൽ പോത്വാരി ഭാഷകൾ സംസാരിക്കുന്നവരുമായിരുന്നു. തുടർച്ചയായ 4 ദിവസത്തേക്ക് ഈ സ്ത്രീകൾ ഓരോരുത്തരോടും റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ കലർത്തിയ ഓരോ ചപ്പാത്തി വീതം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ഈ ചപ്പാത്തികൾ ഓരോ ദിവസവും രാവിലെ ഡ്രൈ ഐസിൽ എത്തിച്ചു കൊടുത്തിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഫീൽഡ് വർക്കർമാർ തിരികെ വന്ന് സ്ത്രീകൾ അത് കഴിച്ചുവോ എന്നും അതോടൊപ്പം മറ്റെന്തെല്ലാം കഴിച്ചു എന്നും രേഖപ്പെടുത്തി. 17 ദിവസങ്ങൾക്ക് ശേഷം സ്ത്രീകളെ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ഓക്സ്ഫോർഡിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഹാർവെൽ ലബോറട്ടറിയിലേക്ക് പരിശോധനകൾക്കായി കൊണ്ടുപോയി. ഗവേഷക സംഘത്തിലെ ടോം ബെഞ്ചമിൻ ഈ യാത്രയെക്കുറിച്ച് നല്ല ഓർമ്മകളാണ് പങ്കുവച്ചത്. സ്ത്രീകളെ ഓക്സ്ഫോർഡിലെ കോളേജുകൾ കാണിക്കുകയും ചായ സൽക്കാരങ്ങൾ ഒരുക്കുകയും ചെയ്തതിലൂടെ അവർ സന്തോഷവതികളായി എന്നാണ് അദ്ദേഹം ഓർക്കുന്നത്. എന്നാൽ ഇതൊരു വലിയ കെട്ടിടത്തിലെ വിചിത്രമായ അന്തരീക്ഷത്തിൽ നടന്ന പരിശോധനയായിരുന്നു. അക്കാലത്ത് വംശീയ ആക്രമണങ്ങൾ പതിവായിരുന്ന കൊവൻട്രിയിലെ സ്ത്രീകൾക്ക് ഇതൊരുതരം ഭയം ഉളവാക്കിയിരിക്കാനാണ് സാധ്യത. ഈ പരീക്ഷണത്തിന്റെ ഏറ്റവും വലിയ ധാർമ്മിക പ്രശ്നം പങ്കെടുത്ത സ്ത്രീകളുടെ അറിവുള്ളതും സ്വമേധയായുള്ളതുമായ സമ്മതം ലഭിച്ചിരുന്നില്ല എന്നതാണ്. പരീക്ഷണത്തിന്റെ ലക്ഷ്യങ്ങളും അതിൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളും അടങ്ങിയ കത്തുകളും കൂടിക്കാഴ്ചകളും എല്ലാം ഇംഗ്ലീഷിലായിരുന്നു. എന്നാൽ ഈ സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും സംസാരിച്ചിരുന്നത് പഞ്ചാബി അല്ലെങ്കിൽ പോട്ട്വാരി ഭാഷകളായിരുന്നു. ചിലർക്ക് വായിക്കാൻ പോലും അറിയില്ലായിരുന്നു. പരീക്ഷണ സംഘത്തെ ഒരു പ്രാദേശിക ആരോഗ്യ സന്ദർശകയായ മിസ്സിസ് ഭട്ട് അനുഗമിച്ചിരുന്നു. അവർക്ക് പഞ്ചാബി സംസാരിക്കാൻ അറിയാമായിരുന്നെങ്കിലും അവർ ഒരു പ്രൊഫഷണൽ പരിഭാഷകയായിരുന്നില്ല. മിസ്സിസ് ഭട്ടിന്റെ അഭാവത്തിൽ പലപ്പോഴും സ്ത്രീകളുടെ കുട്ടികളെയാണ് പരിഭാഷയ്ക്കായി ആശ്രയിച്ചിരുന്നത്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് പോലുള്ള സങ്കീർണമായ പദങ്ങൾ കുട്ടികൾക്ക് പോലും കൃത്യമായി മനസ്സിലാക്കാനോ അമ്മമാർക്ക് വിശദീകരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. പരീക്ഷണ സംഘത്തിലെ ഫീൽഡ് വർക്കറായ ജാനി ഹ്യൂഗ്സ് പോലും ഞാൻ പറയുന്നത് അവർക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ടോ എന്ന് സംശയിച്ചിരുന്നതായി പിന്നീട് ഓർക്കുന്നു. 1960കളിൽ പാശ്ചാത്യ വൈദ്യശാസ്ത്ര ലോകം പൊതുവെ ഒരു പെറ്റേണലിസ്റ്റിക് സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതായത് രോഗികൾക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ ഡോക്ടർമാർക്ക് അവകാശമുണ്ട് എന്ന് അവർ വിശ്വസിച്ചു.
അറിവുള്ള സമ്മതം എന്നത് പലപ്പോഴും അനാവശ്യമായി കണക്കാക്കപ്പെട്ടു. നാസി യുദ്ധക്കുറ്റങ്ങൾ ലോകമറിഞ്ഞതിനെ തുടർന്ന് 1947 അവതരിപ്പിച്ച ന്യൂറംബർഗ് കോഡ് പോലും ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ഡോക്ടർമാർക്ക് തങ്ങളുടെ ഉയർന്ന ലക്ഷ്യങ്ങളുള്ള ഗവേഷണങ്ങളിൽ ബാധകമല്ല എന്ന ധാരണ അന്നുണ്ടായിരുന്നു. അയൺ ഡെഫിഷ്യൻസി ബ്രിട്ടനിലെ എല്ലാ സ്ത്രീകളിലും ഉണ്ടായിരുന്നുവെങ്കിലും പ്രത്യേകമായി ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഭാഷാപരമായ തടസ്സങ്ങളുള്ള സ്ത്രീകളെ പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തത് ഈ വിഷയത്തിന് വംശീയ മാനങ്ങൾ നൽകുന്നു. ദുർബലരും വിവേചനം നേരിടുന്നവരുമായ ഒരു കൂട്ടം ആളുകളെ ഗവേഷണത്തിനായി തിരഞ്ഞെടുത്തു എന്നുള്ളത് ഈ പരീക്ഷണത്തിന്റെ ധാർമ്മിക പ്രശ്നം വർദ്ധിപ്പിക്കുന്നു. 1970 ഈ പഠനത്തിന്റെ ഫലം പ്രസിദ്ധീകരിച്ചു. ബ്രെഡിനേക്കാളും ചപ്പാത്തികളിൽ നിന്നും ഇരുമ്പ് കൂടുതൽ ഫലപ്രദമായി ആഗിരണം ചെയ്യപ്പെടുന്നില്ല എന്നതായിരുന്നു കണ്ടെത്തൽ. എന്നാൽ ഇതിനുശേഷം സംഭവിച്ചത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ഗവേഷണത്തിന്റെ ഫലങ്ങളെക്കുറിച്ച് പങ്കെടുത്ത സ്ത്രീകളെ ആരെയും അറിയിച്ചില്ല. അവർക്ക് റേഡിയേഷൻ ഏൽക്കേണ്ടി വന്നതിനാൽ അവരുടെ ആരോഗ്യനില പിന്നീട് പരിശോധിക്കാൻ ഒരു ഫോളോ അപ്പ് പഠനവും നടത്തിയില്ല. ഡോക്ടർ എൽവുഡിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ എല്ലാവരും അതിനെക്കുറിച്ച് മറന്നുപോയി. ഈ സംഭവം പുറംലോകം അറിയാൻ പിന്നീട് 26 വർഷങ്ങൾ വേണ്ടി വന്നു. 1990കളുടെ മധ്യത്തിൽ ജോൺ ബ്രൗൺലോ എന്ന ഒരു ഡോക്യുമെന്ററി നിർമ്മാതാവ് അമേരിക്കയിൽ നടന്ന മനുഷ്യരിലെ റേഡിയേഷൻ പരീക്ഷണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ സമാനമായ എന്തെങ്കിലും UK നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ അന്വേഷണത്തിനിടയിലാണ് അയൺ അബ്സോർപ്ഷൻ ഫ്രം ചപ്പാത്തീസ് മെയ്ഡ് വിത്ത് വീറ്റ് ഫ്ലോർ എന്ന തലക്കെട്ടിലുള്ള ഒരു പഠനം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സുഖ്ബേന്ദർ സിംഗ് എന്ന പ്രാദേശിക സിഖ് പഞ്ചാബി പത്രപ്രവർത്തകന്റെ സഹായത്തോടെ ഈ 21 സ്ത്രീകളിൽ ഒരാളായ പ്രീതം കൗറിനെ അവർ കണ്ടെത്തി. തുടർന്ന് ചാനൽ 4 ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തതോടെ വലിയ പ്രതിഷേധമുയർന്നു. ഇതിനെ തുടർന്ന് കോവൻട്രി ആരോഗ്യ അതോറിറ്റി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. എന്നാൽ ഈ അന്വേഷണം പരീക്ഷണം നടന്ന സമയത്ത് റേഡിയേഷന്റെ അളവ് വളരെ കുറവായിരുന്നുവെന്നും ആരോഗ്യത്തിന് അപകടകരമല്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നിർത്തലാക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, സമ്മതം നൽകിയില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന 2 സ്ത്രീകളുടെ മൊഴികളെ അവർക്ക് ഓർമ്മയില്ലായിരിക്കാം എന്ന രീതിയിൽ തള്ളിക്കളയുകയും ചെയ്തു. ഈ സംഭവം 50 വർഷം മുൻപ് നടന്നതാണെങ്കിലും ഇതിന്റെ വൈകാരികമായ പ്രത്യാഘാതങ്ങൾ ഇന്നും ശക്തമായി നിലനിൽക്കുന്നു. വാർവിക് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകയായ ഷഹനാസ് അക്തർ ഈ ഡോക്യുമെന്ററിയെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ താൻ വളർന്നു വന്ന കൊവൻട്രിയിലെ ദക്ഷിണേഷ്യൻ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കാത്തതിൽ ഞെട്ടിപ്പോയി. 1995 അന്വേഷണത്തിൽ സ്ത്രീകളുടെ മൊഴികളെ തള്ളിക്കളഞ്ഞത് വായിച്ചപ്പോൾ അവർക്ക് വിഷമം തോന്നി. സ്വന്തം അമ്മയെ ഓർത്തുകൊണ്ട് ഈ സ്ത്രീകളെ കണ്ടെത്താൻ അവർ തീരുമാനിച്ചു. പിന്നീട് ഡോക്ടർ ലൂയിസ് റോ എന്ന ചരിത്രകാരി ഈ വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു ത്രെഡ് പോസ്റ്റ് ചെയ്തതോടെ സംഭവം വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടു. വാക്സിൻ സ്വീകരിക്കുന്നതിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ഭയം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ആരോഗ്യ സംവിധാനങ്ങളിലുള്ള വിശ്വാസമില്ലായ്മയെ ഈ സംഭവം വീണ്ടും ആളിക്കത്തിച്ചു. കൊവൻട്രിയിൽ വലിയ ആശങ്കയാണ് ഇത് സൃഷ്ടിച്ചത്. തങ്ങളുടെ അമ്മമാർക്കോ മുത്തശ്ശിമാർക്കോ റേഡിയോ ആക്റ്റീവ് ചപ്പാത്തി ലഭിച്ചിട്ടുണ്ടോ എന്ന ഭയത്തിൽ നിരവധി പേർ പ്രാദേശിക MP തായ്വോ ഒവാറ്റമിയെ ബന്ധപ്പെട്ടു. കൽബീർ എന്ന സ്ത്രീയുടെ അനുഭവം ഈ ആശങ്കയുടെ ആഴം വ്യക്തമാക്കുന്നു. 1995 തന്റെ അമ്മ പരീക്ഷണത്തിൽ പങ്കെടുത്ത കാര്യം പറഞ്ഞിരുന്നു എന്ന് അവർ പിന്നീടാണ് അറിയുന്നത്. അവരുടെ അമ്മ 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ചുപോയിരുന്നു. കൽബീർ അമ്മയുടെ മെഡിക്കൽ റെക്കോർഡുകൾ തിരഞ്ഞു പോയെങ്കിലും അത് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. മെഡിക്കൽ റിസർച്ച് കൗൺസിൽ ആകട്ടെ ഈ പഠനവുമായി ബന്ധപ്പെട്ട രേഖകൾ തങ്ങളുടെ കൈവശം ഇല്ലെന്നാണ് നിലവിൽ പറയുന്നത്. റേഡിയേഷൻ അളവ് കുറവായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആശങ്കകളെ തള്ളിക്കളയുകയാണ് തുടർന്നും ചെയ്യുന്നത്. 1969 കൊവൻട്രി എക്സ്പെരിമെന്റ് വൈദ്യശാസ്ത്ര ഗവേഷണത്തിലെ റേഷ്യൽ ബയസിന്റെയും ധാർമ്മികമായ വീഴ്ചകളുടെയും ഒരു വ്യക്തമായ ഉദാഹരണമാണ്. ഇന്ന് ഈ കഥ വീണ്ടും ചർച്ചയാകുമ്പോൾ ആരോഗ്യരംഗത്തെ വംശീയ അസമത്വങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ആശങ്കകൾ എത്രത്തോളം ആഴമുള്ളതാണെന്ന് മനസ്സിലാക്കാം. ഈ സ്ത്രീകൾക്ക് സംഭവിച്ച അനീതിയുടെ പൂർണ്ണമായ സത്യം പുറത്തു കൊണ്ടുവരികയും അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും വിവരങ്ങളും നൽകുകയും ചെയ്യേണ്ടത് നമ്മുടെയെല്ലാം ധാർമ്മിക ഉത്തരവാദിത്തമാണ്. സമ്മതമാണ് ഗവേഷണത്തിന്റെ അടിസ്ഥാനം എന്ന പാഠം ഈ സംഭവം ഒരിക്കൽ കൂടി ലോകത്തിന് ഓർമ്മിപ്പിച്ചു നൽകുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.